ഹായ് ഓൾ, നമുക്കിന്നൊരു പ്രോബ്ലം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിസൈൻ എ ഷോർട്ട് സ്ക്വയർ കോളം ടു ക്യാരി എ ഫാക്ടേർഡ് ആക്സിൽ ലോഡ് ഓഫ് 3000 kN യൂസിങ് M20 കോൺക്രീറ്റ് ആൻഡ് Fe415 സ്റ്റീൽ. അപ്പം ഇവിടെ ഷോർട്ടായിട്ടുള്ള സ്ക്വയർ കോളം അല്ലേ, ഷോർട്ട് സ്ക്വയർ കോളമാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഷോർട്ട് സ്ക്വയർ കോളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ അല്ലേ, അതായത് ബിയും ഡിയും സെയിം ആയിരിക്കും അല്ലേ. അപ്പം ആ രീതിയിൽ വേണം നമ്മളതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി, ഡയമെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതിന് റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് 3000 kN ആണ്. ഫാക്ടർ ചെയ്തിട്ടുള്ള ആക്സിൽ ലോഡ്, അതായത് PU എന്ന് പറയുന്ന വാല്യൂ ആണ് 3000 kN. അപ്പം 3000 kN എന്ന് പറഞ്ഞ ഫാക്ടർ ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കോളത്തിന് പ്രൊവൈഡ് ചെയ്യേണ്ട ക്രോസ് സെക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അതിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിൻ്റെ കേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ലാറ്റഡ് ടൈസിൻ്റെ കേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ച് നമ്മളത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, FCK വാല്യൂ 20 Nm/mm², FI വാല്യൂ 415 Nm/mm². ഓക്കെ, അപ്പം ഇതിൽ ലെങ്ത് ഒന്നും നമുക്ക് തന്നിട്ടില്ല അല്ലേ. ഇപ്പം ചില ക്വസ്റ്റ്യൻസിൽ ലെങ്ത്തും അതുപോലെ തന്നെ ഈ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനും ഓൾറെഡി തരും, എന്നിട്ട് നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറയും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ടായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, മിനിമം എക്സെൻട്രിസിറ്റി അവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, മിനിമം എക്സെൻട്രിസിറ്റി അവിടെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ സ്ലെൻഡർനെസ് റേഷ്യോയും ചെക്ക് ചെയ്യണം. അതായത് ഷോർട്ട് കോൾ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം, അൺസപ്പോർട്ട് ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ഡയമെൻഷനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലെങ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം എക്സെൻട്രിസിറ്റിൻ്റെ ചെക്കും അതുപോലെ തന്നെ സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ ചെക്കും ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതൊന്നും തരാത്തത് കൊണ്ട് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് തന്നെ കിടക്കാം. ഗിവൺ ഡാറ്റ PU = 3000 kN. ഇവിടെ നമുക്ക് ഫാക്ടേർഡ് ലോഡ് തന്നെയാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇനി ഫാക്ടേർഡ് എന്ന് തന്നില്ല, ഇപ്പം ആക്സിൽ ലോഡാണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ 1.5 എന്ന് പറയുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഫാക്ടേർഡ് ലോഡ് അല്ലെങ്കിൽ ഡിസൈൻ ലോഡാക്കി മാറ്റണം. ഇവിടെ ഓൾറെഡി നമുക്ക് ഫാക്ടേർഡ് ലോഡ് തന്നതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ഈ വാല്യൂ തന്നെ ഇട്ടിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ PU = 3000 kN, FCK വാല്യൂ 20 Nm/mm², FI = 415 Nm/mm². ഇപ്പോൾ ലെങ്ത്തും അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ആദ്യമേ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലെങ്ത്ത് മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ കൂടി നമ്മൾ അവിടെ സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ ചെക്കും അതുപോലെ തന്നെ മിനിമം എക്സെൻട്രിസിറ്റീൻ്റെ ചെക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മിനിമം എക്സെൻട്രിസിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി സ്റ്റെപ്പ് 1 നമുക്ക് ഇതിൽ ഡയറക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് നമ്മൾ ഒരു സ്യൂട്ടബിൾ പെർസെൻറ്റേജ് അസ്യൂം ചെയ്യണം അല്ലേ. അതിൻ്റെ ഗ്രോസ് ഏരിയൻ്റെ, കോളത്തിൻ്റെ ഗ്രോസ് ഏരിയൻ്റെ ഒരു സ്യൂട്ടബിൾ പെർസെൻറ്റേജ് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അസ്യൂം സ്യൂട്ടബിൾ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് ഏരിയ. ഓക്കെ, അസ്യൂം സ്യൂട്ടബിൾ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് ഏരിയ ആസ് ASC. അപ്പം ASC ആയിട്ട്, അതായത് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1% എടുക്കാൻ പോവാണ്. കാരണം മിനിമം പെർസെൻറ്റേജ് 0.8ഉം മാക്സിമം ഇപ്പം ലാപ്പിംഗ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ 4% വരെ കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പം 0.8ൻ്റെയും 4ൻ്റെ ഇടയ്ക്കുള്ള ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അസ്യൂം ചെയ്യുന്ന വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്രോസ് സെക്ഷൻ വരിക. ഓക്കെ, ഞാനിവിടെ 1% അസ്യൂം ചെയ്യാൻ പോവാണ്. അസ്യൂം 1% ഗ്രോസ് ഏരിയ ആസ് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ, ദാറ്റ് ഈസ് ASC. ഓക്കെ, അപ്പം ASC = 1% AG എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്. ഗ്രോസ് ഏരിയ A_G എന്ന് എടുക്കുകയാണെങ്കിൽ 1% AG = ASC എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ASC = 1/100 × AG, ദാറ്റ് ഈസ് = 0.01 AG എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ASC = 0.01 AG. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഒരു സ്യൂട്ടബിൾ പെർസെൻറ്റേജ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ASCനെ AGൻ്റെ ടേംസിൽ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ ഫസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് സ്ക്വയർ കോളാണ്, അപ്പം ബിയും ഡിയും സെയിം ആയിരിക്കും, അതിൻ്റെ 2 ഡയമെൻഷനും സെയിം വാല്യൂ ആയിരിക്കും. ആ വാല്യൂ എത്രയാണ് വരുന്നതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ASC വാല്യൂ AGൻ്റെ ടേംസിൽ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 2, ഏരിയ ഓഫ് കോൺക്രീറ്റ് AC ഇൻ ടേംസ് ഓഫ് AG. ഇനി അടുത്ത AGൻ്റെ ടേംസിൽ
എ സി എന്ന് പറയുന്ന വാല്യൂ, അതായത് ഏരിയ ഓഫ് കോൺക്രീറ്റ്, അതായത് ടോട്ടൽ ഗ്രോസ് ഏരിയയിൽ നിന്ന് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എ സിൻ്റെ വാല്യൂ മൈനസ് ചെയ്തിട്ടുള്ളതാണ് എ സി എന്ന് പറയുന്നത്, അതായത് കോൺക്രീറ്റ് പോർഷൻ്റെ മാത്രം ഏരിയ. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതിനെ എ ജിൻ്റെ ടേംസിലേക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യം, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആക്സിലി ലോഡഡ് ഷോർട്ട് കോളാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ലെങ്ത്ത് തരാത്തതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, PU = 0.4 FCK AC + 0.67 FI AC എന്നുള്ള ഇക്വേഷനിൽ ഡയറക്റ്റ് നമുക്ക് കൊടുത്തിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അല്ലാത്ത പ്രശ്നം ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യണമായിരുന്നു, മിനിമം എക്സെൻട്രിസിറ്റി 0.05 ടൈംസ് ലാറ്റർ ഡയമെൻഷൻ എക്സീഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതിനേക്കാളും 0.05 അതിൻ്റെ ലാറ്റർ ഡയമെൻഷനേക്കാളും കൂടിയിട്ടില്ല മിനിമം എക്സെൻട്രിസിറ്റി എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ, കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ലെങ്ത് ഒന്നും തരാത്തത് കൊണ്ട് നമ്മൾ ഇത് ഓക്കെ ആയിരിക്കും, അതായത് മിനിമം എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 0.05 ഡിനേക്കാളും കുറവായിരിക്കും എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ ഡയറക്റ്റ് ഇപ്പം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. PU = ആ ഒരു അസംഷനിൽ നമുക്ക് PU = 0.4 FCK AC + 0.67 FI AC കോഡിൽ പേജ് നമ്പർ 71 ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ACയും അതുപോലെ തന്നെ AC വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ ഇക്വേഷനിൽ AC വാല്യൂയും AC വാല്യൂ ഉണ്ട്. അപ്പോൾ അത് രണ്ടും എ ജിൻ്റെ ടേംസിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AG ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ AC വാല്യൂയും അതുപോലെ തന്നെ ASC വാല്യൂ ഒക്കെ എ ജിൻ്റെ ടേംസിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് കോൺക്രീറ്റ് ഇൻ ടേംസ് ഓഫ് AG എന്ന് പറയുമ്പോൾ, ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഗ്രോസ് ഏരിയ മൈനസ് അവിടെയുള്ള സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലേ, അതായത് AG - ASC. അപ്പോൾ AC = AG - ASC എന്ന് പറയുന്നത് എത്രയായിരുന്നു, 0.01 AG എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 0.99 AG എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ AC എന്ന് പറയുന്നത് 0.99 AG ആണ്, ASC എന്ന് പറയുന്നത് 0.01 AG ആണ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3, ഗ്രോസ് ഏരിയ ഓഫ് കോളം AG വാല്യൂ. അപ്പോൾ ഇനി AG വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 3. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോഡിൽ പേജ് നമ്പർ 71 ഇക്വേഷൻ PU = 0.4 FCK AC + 0.67 FI AC. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PU = 0.4 × FCK എന്ന് പറയുന്നത് 20. ഓക്കെ, AC എന്ന് പറയുന്നത് 0.99 AG + 0.67 FI 415. AFC എന്ന് പറയുന്ന 0.01 AG. അതേപോലെ PUവിൻ്റെ വാല്യൂ നമുക്കറിയാലോ, 3000 kN ആയിരുന്നു അല്ലേ. അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ, കാരണം FCK വാല്യൂ FI വാല്യൂ ന്യൂട്ടണിലാണുള്ളത് അല്ലേ, Nm/mm² കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണിൽ കൊടുത്തതുകൊണ്ട് PUവിൻ്റെ എന്ത് ചെയ്യണം, ന്യൂട്ടണിൽ കൊടുക്കണം. അപ്പോൾ അതിനെ 3000 × 10³ ആക്കി കൺവേർട്ട് ചെയ്തു, ന്യൂട്ടണിലാക്കി കൺവേർട്ട് ചെയ്തു. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AG = 280,360.73 mm² എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ഗ്രോസ് ഏരിയ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ലോഡ്, അതായത് 3000 kN എന്ന് പറയുന്ന ആ ഫാക്ടേർഡ് ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ 1% സ്റ്റീൽ അസ്യൂം ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ട ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഏരിയയിൽ കുറയാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം 1% ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് അസ്യൂം ചെയ്യുമ്പോൾ. ഓക്കെ, ആ ഗ്രോസ് ഏരിയൻ്റെ 1% ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ഈ ഗ്രോസ് ഏരിയ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ആ 3000 kN സേഫ് ആയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഗ്രോസ് ഏരിയ അവിടെ കിട്ടി. ഇനി ഈ ഗ്രോസ് ഏരിയയിൽ നിന്ന് ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്ക്വയർ കോൾ ആയതുകൊണ്ട് അതിൻ്റെ ബ്രെഡ്ത്തും അതിൻ്റെ അനദർ ഡയമെൻഷൻ, ബ്രെഡ്ത്തും ഡെപ്ത്തും, ദാറ്റ് മീൻസ് ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രെഡ്ത്തും ഡെപ്ത്തും സെയിം ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് B = D എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് 4, ഡയമെൻഷൻ ഓഫ് കോളം. ഫോർ സ്ക്വയർ കോളം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്വയർ കോളം ആണെങ്കിൽ B² = AG ആണ് അല്ലേ. അതേപോലെ റെക്റ്റാങ്കുലർ ആണെങ്കിൽ B × D = AG ആണ്. അപ്പോൾ സർക്കുലർ കോളം ആണെങ്കിൽ π × D² / 4 = AG ആണ്. അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് രണ്ട് സൈഡും സെയിം ആയതുകൊണ്ട് ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ ആണ് അല്ലേ. സൈഡ് എന്ന് പറയുന്നത് ഇപ്പം B ആണെങ്കിൽ B² = AG. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൈഡ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആ സ്ക്വയർ കോളത്തിൻ്റെ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് B = √AG എന്നുള്ളതാണ്. അപ്പോൾ AG നമുക്ക് കിട്ടിയത് 280,360.73. അപ്പം B = അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 529.49 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം ഞാൻ അതിനൊന്ന് റൗണ്ട് ചെയ്യാണ്. അപ്പോൾ 529.49 mm എന്നുള്ളതിന് ഞാൻ 550 mm എന്നുള്ള രീതിയിൽ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് 530, 540 ഒക്കെ ആക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് 550 എന്നുള്ള രീതിയിൽ റൗണ്ട് ചെയ്തെടുത്തു.
ഓക്കെ, അതായത് 529.49 mm ചെറിയ സൈഡ് വരാൻ പാടില്ല. കാരണം റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് 280.360.73 എന്നുള്ളതാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതൽ വരണം. ഓക്കെ, അപ്പോൾ 529 കറക്റ്റാണ്. അപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാല്യൂ, ദാറ്റ് മീൻസ് 530, 540 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റൗണ്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 550 എന്നുള്ള രീതിയിൽ റൗണ്ട് ചെയ്തു. അപ്പോൾ ഈ കോളത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 550/550 mm വരും. അഡോപ്റ്റ് സൈഡ് ഓഫ് സ്ക്വയർ ബി ഈസ് ഈക്വൽ ടു 550 mm. Therefore size of column is equal to 550 mm/550 mm. അപ്പം ഡയമെൻഷൻ ഓഫ് കോളം ഞാൻ കണ്ടുപിടിച്ചു. ഈ ഒരു ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ 550 mm/550 mm സേഫാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ 550 തന്നെ എടുക്കണമെന്നില്ല, 530 എടുക്കാം, 540 എടുക്കാം, റൗണ്ടഡ് ആയിട്ടുള്ളൊരു വാല്യൂ എടുക്കാം. ഓക്കെ, 529 എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല. അതായത് 525 ആയിട്ടും 520 ആയിട്ടൊന്നും റൗണ്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, സ്റ്റെപ്പ് 5, ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ AC. അപ്പോൾ നമ്മൾ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അതായത് AC എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ AC എന്ന് പറയുന്നത് 1% ആയിരുന്നു അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇപ്പം ഗ്രോസ് ഏരിയ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ AC = 1% ഓഫ് AG. ഓക്കെ, അപ്പം ഈ 1% ഓഫ് AG എന്ന് പറയുന്നത് റിക്വയർഡ് ആയിട്ടുള്ള AGക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്താൽ മതി ആക്ച്വലി. ഓക്കെ, AC എന്ന് പറയുന്നത് എത്രയാണോ റിക്വയർഡ് AG നമ്മൾ ഇപ്പം ഇക്വേഷൻ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തപ്പം കിട്ടിയ AG അതിൻ്റെ 1% എടുത്താൽ മതി AC. എന്നാൽ കുറച്ചും കൂടി ഒന്ന് സേഫ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന AGക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ പെർസെൻറ്റേജ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സേഫ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തില്ലെങ്കിലും ആ റിക്വയർഡ് AGക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്താലും മതി, 1% എടുത്താലും മതി. ഓക്കെ, ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന AGക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ AC = 1/100, 1% ഓഫ് ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ കൊടുത്തിരിക്കുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 550 ആണല്ലോ. അപ്പോൾ 550 × 550. ഓക്കെ, അപ്പം ആ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് 550 × 550 ആണ് സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ 1% എന്ന് പറയുമ്പോൾ 1/100 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3025 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം അവിടെ വരേണ്ട AC റിക്വയർഡ് AC എന്ന് പറയുന്ന ഈ ഒരു ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ കറസ്പോണ്ടിങ് ആയിട്ട് 1% പ്രൊവൈഡ് ചെയ്യുമ്പോൾ 3025 ആണ് വന്നിരിക്കുന്നത്. AC 3025 mm². അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 25 mm ബാർ അസ്യൂം ചെയ്യാണ്. പ്രൊവൈഡ് 25 mm ഡയമീറ്റർ ബാർസ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ബാർസ് വേണമെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ബീമിലെ പോലെ തന്നെ നമ്പർ ഓഫ് ബാർസ് ആണ് കോളത്തിലും. അപ്പോൾ നമ്പർ ഓഫ് ബാർസ് = 3025 ഡിവൈഡഡ് ബൈ ആ 25 mm ബാറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ pi × 25² / 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.16 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 8 ബാർസ് എന്ന് പറഞ്ഞെടുക്കാം. അപ്പം ഈ കോളത്തിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പം, അതായത് ഇപ്പം റെക്റ്റാങ്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈവൺ നമ്പേഴ്സിലാണ് കൊടുക്കുക. ഓക്കെ, അതായത് സിമെട്രിക് ആയിരിക്കണം. അതായത് ഇപ്പം കോളം സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. ഈവൺ നമ്പേഴ്സായിട്ട് രണ്ട് സൈഡിലും ഒരുപോലെ വരുന്ന രീതിയിലാണ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ 6 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് റൗണ്ട് ചെയ്തിട്ട് 7 എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റില്ല, ബീമിലൊക്കെ ചെയ്യുന്നത് പോലെ. ഓക്കെ, അപ്പോൾ 8 ബാർസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണം റൗണ്ട് ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അപ്പം 8 ബാർസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പ്രൊവൈഡ് 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയാ ബാർസ്. അപ്പം 8 × pi × 25² / 4 ചെയ്ത് കഴിഞ്ഞാൽ 3926.99 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, AC പ്രൊവൈഡഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യാം, ഇപ്പം ഞാൻ ചെയ്ത പോലെ 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ് എടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ എക്കണോമിക്കൽ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ റിക്വയർഡ് ആയിട്ട് വരേണ്ട ഏരിയ എന്ന് പറയുന്നത് 3025 mm² ആണ്. അപ്പോൾ അത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ബാർസ് അസ്യൂം ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം 4 നമ്പർ ഓഫ് 25ഉം 4 നമ്പേഴ്സ് ഓഫ് 20 mm ബാറും അസ്യൂം ചെയ്ത് കഴിഞ്ഞാലും 3025 കൂടുതൽ വരും. ഓക്കെ, അതായത് അത് സേഫാണ്. നമ്മൾ 8 നമ്പേഴ്സ് 25 കൊടുക്കാതെ കുറച്ചും കൂടി എക്കണോമിക്കലാക്കാൻ ഇവിടെ 3025 വേണ്ട സ്ഥാനത്ത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 3926.99 mm² ആണ്.
അല്ലേ? അപ്പം നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് കുറച്ചും കൂടി എക്കണോമിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം 4 നമ്പേഴ്സ് ഓഫ് 25 ഇപ്പം ഏകദേശം 25 എടുത്തപ്പം 6 പോയിൻറ്റ് സംതിങ് അല്ലേ വന്നത് നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വലിയൊരു വ്യത്യാസം നെക്സ്റ്റ് ബാർ 8 വരുമ്പം അവിടെ ഏകദേശം 1.5 മേലെ വ്യത്യാസം വരുന്നുണ്ട് ബാറിൻ്റെ, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കേസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ടൈപ്പ് ഡയമെൻഷൻ ബാറിൻ്റെ ക്രോസ് സെക്ഷൻ നമുക്ക് അസ്യൂം ചെയ്ത് നോക്കാം. അതായത് ഇപ്പം ഞാൻ എടുത്ത പോലെ 425ഉം 420 എടുത്തു കഴിഞ്ഞാൽ 3025 കുറച്ചും കൂടി വലിയൊരു വാല്യൂ കിട്ടും. എന്നാൽ 3926.99 mm² കുറവായിട്ടുള്ളൊരു വാല്യൂ കിട്ടും, കുറച്ചും കൂടി എക്കണോമിക്കലായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, അതും ശരിയാണ്. ഇനി എക്സാമിന് ചിലപ്പോൾ ടൈമൊന്നും ഇല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ അതുപോലെ നമുക്ക് പ്രോബ്ലം ചെയ്യാം, വരുന്നതിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. എന്തായാലും ഇപ്പം അവിടെ നമുക്ക് ASC വാല്യൂ 3025 ആണ്. അപ്പോൾ നമ്മൾ 25ൻ്റെ 8 ബാർസ് പ്രൊവൈഡ് ചെയ്തപ്പോൾ ASC പ്രൊവൈഡഡ് ഈസ് ഈക്വൽ ടു 3926.99 mm² എന്ന് പറഞ്ഞ് കിട്ടി. എല്ലാം ഒരേ ഡയമീറ്റേഴ്സ് തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല, അതായിരുന്നു ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് 4 നമ്പേഴ്സ് ഓഫ് 25 4 നമ്പേഴ്സ് ഓഫ് 20 കൊടുക്കാം. അവിടെ 3025 കൂടുതൽ ഏരിയ വന്നാൽ മതി. അങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഡയമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തു. 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ്, അല്ലെങ്കിൽ 4 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ് ആൻഡ് 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാർസ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. ഇനി നമ്മൾ ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാറ്ററൽ ടൈസ്. അപ്പോൾ നമ്മൾ ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചു. ഈ ഒരു പർട്ടിക്കുലർ ലോഡ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ക്രോസ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ആ ക്രോസ് സെക്ഷൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കണ്ടുപിടിച്ചു. അതായത് 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 6 ഡിസൈൻ ഓഫ് ലാറ്ററൽ ടൈസ്. അപ്പോൾ ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ലാറ്ററൽ ടൈക്ക് ഒരു ഡയമീറ്റർ വേണം, അതുപോലെ തന്നെ സ്പേസിങ് വേണം, അല്ലെ? ഇത്ര സ്പേസിങ്ങിൽ ആ ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് വേണം. അപ്പോൾ ഡയമീറ്ററിൻ്റെ കേസ് കോഡിൽ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ്. അപ്പോൾ ലാറ്ററൽ ടൈസിൻ്റെ ഡയമീറ്റേഴ്സ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. അപ്പോൾ ലാറ്ററൽ ടൈസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു, അല്ലേ? അതിലൊന്ന് 6 mm ഒരു കാരണവശാലും കുറയാൻ പാടില്ല. പിന്നെ ഒന്ന് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൻ്റെ 1/4 കുറയാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ എന്ന് പറയുന്നത് 25 ആണ്. കാരണം നമ്മൾ എല്ലാ ബാസും 25 ആയിട്ട് കൊടുത്തുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 425 420 പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ 425 420 പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ എന്ന് പറയുന്നത് 25 തന്നെയാണ്. അപ്പോൾ 1/4 × 25 തന്നെയായിരിക്കും വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ 1/4 × 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.25 mm. അപ്പോൾ 6.25 mm കുറയാൻ പാടില്ല ബാറിൻ്റെ ഡയമീറ്റർ. അതുപോലെ 6 mm കുറയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു 6.25 കുറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് 6 mm അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ലാറ്ററൽ ടൈസ് ആയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഡയമീറ്റർ അവൈലബിൾ ആയിട്ടുള്ളത് 8 mm ആണ്. അപ്പോൾ 7 mm എന്നൊന്നും പറഞ്ഞ എക്സാമിന് എഴുതി വെക്കരുത്. 8 mm ആണ്. 6, 8, 10, 12, 16, 20, 25, 32. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസസ് ആണ്. അതിനിടയ്ക്ക് ചില ഡയമീറ്റേഴ്സ് അവൈലബിൾ ആണെങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഈ ഡയമീറ്റേഴ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് സെലക്ട് ചെയ്യാണ്. therefore provide 8 mm diameter bars as lateral ties. അപ്പം ഈ രണ്ടിലും വലിയ വാല്യൂ എന്ന് പറയുന്നത് 6.25 ആണ്. അപ്പോൾ 6.25 കുറയാൻ പാടില്ല ഡയമീറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലും വലിയ ഡയമീറ്റർ എന്ന് പറയുന്നത് 8 mm ആണ്. 6 mm ഡയമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 mm ഡയമീറ്റർ ആണ്. അതുകൊണ്ട് ഞാൻ 8 mm ഡയമീറ്റർ ബാർസ് ലാറ്ററൽ ടൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ഡയമീറ്ററായി ലാറ്ററൽ ടൈസിൻ്റെ കേസിൽ. ഇനി എന്ത് വേണം? സ്പേസിങ് വേണം, അല്ലേ? അപ്പോൾ സ്പേസിങ് സെക്കൻഡ് വൺ, അതിൻ്റെ പിച്ച് ഓർ സ്പേസിങ് ഓഫ് ലാറ്ററൽ ടൈസ്. ആദ്യം ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ്, രണ്ടാമത്തത് പിച്ച് അല്ലെങ്കിൽ സ്പേസിങ് ഓഫ് ലാറ്ററൽ ടൈസ്. പിച്ച് ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് നോട്ട് എക്സീഡ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ പിച്ച് ഈ താഴെ പറയുന്ന കാര്യങ്ങളിൽ
ഏതാണോ ചെറുത് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ കോഡിൽ പറയുന്നത് ഫസ്റ്റ് വൺ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ ലാറ്റർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 550 mm ആണ് അല്ലേ. ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 550 തന്നെയാണ്. സ്ക്വയർ ആയതുകൊണ്ട് രണ്ട് ഡയമെൻഷനും സെയിം ആയതുകൊണ്ട് ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു 550 mm. ഈ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്ന 16 ഇൻറ്റു സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാറിൻ്റെ ഡയമീറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ ലാർജസ്റ്റും സ്മോളസ്റ്റ് ഒക്കെ 25 തന്നെയാണ്. അപ്പോൾ 16 ഇൻറ്റു 25, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 20 mm ബാർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ 16 ഇൻറ്റു 20 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ബാസും 25 ആയതുകൊണ്ട് 16 ഇൻറ്റു 25. രണ്ടാമത്തത് 400 mm. മൂന്നാമത്തത് ഒരു കാരണവശാലും സ്പേസിങ് 300 mm കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത് ഏതാ? 300 mm അല്ലേ. അപ്പോൾ ഒരു കാരണവശാലും സ്പേസിങ് 300 mm കൂടാൻ പാടില്ല എന്നുള്ളതാണ്. Therefore provide 8 mm diameter bars at 300 mm center to center spacing. അപ്പോൾ നമ്മൾ ലാറ്റർ ടൈസിൻ്റെ ഡിസൈനും കഴിഞ്ഞു. നമ്മൾ 8 mm ഡയമീറ്റർ ബാസ് പ്രൊവൈഡ് ചെയ്യണം ലാറ്റർ ടൈ ആയിട്ട്. അതിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്ന 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഡിസൈൻ സമ്മറി എഴുതാം. ഡിസൈൻ സമ്മറി: ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് ഓഫ് ദ കോളം 550 mm by 550 mm നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 numbers of 25 mm ഡയമീറ്റർ ബാസ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 4 numbers of 25 mm ഡയമീറ്റർ ബാസും 4 numbers of 20 mm ഡയമീറ്റർ ബാസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് എഴുതാം. ഓക്കെ, ലാറ്റർ ടൈസ് 8 mm ഡയമീറ്റർ ലാറ്റർ ടൈസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ. ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചു, ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ചു, ലാറ്റർ ടൈസും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫിഗർ വരയ്ക്കാം. ഇതാണ് ഫിഗർ വരുന്നത്. ക്രോസ് സെക്ഷൻ നിർബന്ധമായിട്ടും എല്ലാ കോളത്തിൻ്റെ ഡിസൈൻ കഴിഞ്ഞാലും അതിൻ്റെ ക്രോസ് സെക്ഷൻ വരച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ക്രോസ് സെക്ഷൻ നമുക്ക് നോക്കാം. 550 mm by 550 mm ആണ് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ സ്ക്വയർ ആയതുകൊണ്ട്. അതുപോലെ തന്നെ നോമിനൽ കവർ ഞാൻ 40 mm കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ലാറ്റർ ടൈസിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് 40 mm, കാരണം കോളത്തിലുള്ള മിനിമം നോമിനൽ കവർ പ്രൊവൈഡ് ചെയ്യേണ്ടത് 40 mm ആണ്. അപ്പോൾ 40 mm ഞാൻ സ്റ്റിറപ്പിൻ, അതായത് ലാറ്റർ ടൈസിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നോമിനൽ കവറായിട്ട് 40 mm ഞാൻ പ്രൊവൈഡ് ചെയ്തു. അത് ഞാനിവിടെ കാണിച്ചു. ഓക്കെ, ഇനി 8 numbers of 25 mm ഡയമീറ്റർ ബാസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ 8 numbers of 25 mm ബാസ് ഈ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഒരു സൈഡിൽ 3 ബാസ് വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പം ഫസ്റ്റ് സൈഡിൽ ടോപ്പിൽ 3, റൈറ്റ് സൈഡിൽ 3, ബോട്ടത്തിൽ 3, ലെഫ്റ്റ് സൈഡിൽ 3. ഓക്കെ, അങ്ങനെ 3 എണ്ണം വരുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ടോട്ടൽ നമ്പേഴ്സ് എത്രയേ വരുന്നുള്ളൂ? 8 numbers അല്ലേ, 8 numbers വരും. അപ്പോൾ 8 numbers നമ്മൾ ഈ രീതിയിൽ ഫിഗറിൽ കാണുന്ന പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ മാർക്ക് ചെയ്തു, 8 numbers of 25 mm ഡയമീറ്റർ ബാസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാറ്റർ ടൈസ് കാണാം. ലാറ്റർ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾ, അതായത് ഇപ്പോൾ 4 കോർണേഴ്സിലല്ലാതെ ഇൻ ബിറ്റ്വീൻ ബാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം അതിലും കൂടി ലാറ്റർ ടൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം 4 ബാസ് ഇതുപോലെ പ്രൊവൈഡ് ചെയ്തു. 4 ബാസ് പ്രൊവൈഡ് ചെയ്തപ്പോൾ ആ 4 ബാറിന് ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന, അതായത് ഓരോ സൈഡിൻ്റെ മിഡിലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടും ലാറ്റർ ടൈസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതും പ്രൊവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 8 mm ഡയ ലാറ്റർ ടൈസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അപ്പോൾ ഇവിടെ ആ സ്റ്റിറപ്പിൻ്റെ, അതായത് ലാറ്റർ ടൈസിൻ്റെ എൻസ് കാണിക്കണം. ഓക്കെ, ആ ലിങ്സിൻ്റെ എൻസ് കാണിക്കണം. അപ്പോൾ ഞാൻ രണ്ടിലും, അതായത് കോർണേഴ്സിലൂടെ ഉള്ള ബാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാറ്റർ ടൈൻ്റെ എൻഡിലുള്ള ലിങ്സും എൻസും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലുള്ള ലാറ്റർ ടൈൻ്റെ എൻസും ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോസ് സെക്ഷൻ വരുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ കണ്ടുപിടിക്കാൻ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ മാത്രം വരച്ചാൽ മതി. ഓക്കെ, വരയ്ക്കാൻ പറയുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വരയ്ക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ കൂടി വരയ്ക്കുക. അപ്പം ഇത് കോളത്തിൻ്റെ ഹൈറ്റാണ്. ഓക്കെ, കോളത്തിൻ്റെ ലെങ്ത്താണ് അല്ലെങ്കിൽ ഹൈറ്റാണ്. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂവേഷൻ്റെ സിമ്പലിലിട്ടു. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ഇവിടെയുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ലൈൻ വരച്ചു. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ആ 3 ബാസ് ഒരേ ലൈനിലാണല്ലോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബാറും, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള 3 ബാറും സെപ്പറേറ്റ് 3 ബാറായിട്ട് കാണില്ല അല്ലേ, ഒറ്റ ബാറായിട്ടില്ല, ഒരേ ലൈനിലായതുകൊണ്ട് ഒറ്റ ബാറായിട്ടാണ് കാണുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള 3 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ ഞാൻ പ്രൊവൈഡ് ചെയ്തു. ഇനി നടുക്കുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്, അത് നടുക്ക് ഞാൻ ആ ലൈൻ പ്രൊവൈഡ് ചെയ്തു, അത് നടുക്കുള്ള ലൈൻ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ആ 3 ബാസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻ. ഓക്കെ, അപ്പം
8 numbers of 25 mm diameter bars. അത് ഞാൻ മാർക്ക് ചെയ്തു ആ 3 ബാറിനും കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, പിന്നെ ഹൈറ്റ് വൈസ് ആണ് നമ്മുടെ ലാറ്ററൽ ടൈസ് വരുന്നത്. ഹൈറ്റ് വൈസ് ആണ് 300 mm സ്പേസിങ്ങിൽ വരുന്നത്. അപ്പം അത് ഹൊറിസോണ്ടലി സ്റ്റിറപ്സ് കാണിക്കണം, അതായത് ലാറ്ററൽ ടൈസ് കാണിക്കണം. അതിൻ്റെ സ്പേസിങ് 300 mm ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിറപ്പിൻ്റെ ഡീറ്റെയിലിംഗ് 8 mm ഡയ ലാറ്ററൽ ടൈസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് എന്നുള്ളത് ആ ലാറ്ററൽ ടൈസിൽ മാർക്ക് ചെയ്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും കൂടി വരയ്ക്കണം, ഇല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ മാത്രം വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡിസൈൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. 15 മാർക്കിന് ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇത് ട്യൂട്ടോറിയലിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. ഇത് 2020 സെപ്റ്റംബർ, അതായത് 2 മാസം മുമ്പ് നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 15 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. സിമിലർ ആയിട്ട് തന്നെ വരുന്നതാണ്. ഡിസൈൻ എ സ്ക്വയർ കോളം ടു ക്യാരി എ ഫാക്ടേർഡ് ആക്സിൽ ലോഡ് ഓഫ് 1500 kN. ഓക്കെ, യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് Fe415 സ്റ്റീൽ. ഡ്രോ ദ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ആൻഡ് ദ ക്രോസ് സെക്ഷൻ ഷോയിങ് ദ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും ക്രോസ് സെക്ഷനും വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ 2 ഫിഗർ ലാസ്റ്റ് എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ഫിഗർ ക്രോസ് സെക്ഷനും ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും വരയ്ക്കണം. ഓക്കെ, സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.